കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിൽ ഇന്ന് അവസാനവട്ട ചർച്ച നടത്തും. ഉച്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായുള്ള ചർച്ചകളും ഇന്നലെ പൂർത്തിയായിരുന്നു. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇന്ന് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നൊരു വിവരം ലഭ്യമാകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലുള്ള അവസാനവട്ട ചർച്ചകൾക്കൊക്കെ ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്ന് 10ാമത്തെ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം. 10ാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിന് ഹൈക്കമാൻഡിന്റെ ഉത്തരമുണ്ടാകുമോ എന്നുള്ളതാണ് കേരളവും ലോകമെങ്ങുമുള്ള മലയാളികളും കാത്തിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകും, ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ആ ഒരു ചോദ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്കൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അവിടെയും ഈ പറയുന്ന പോലെ കഴിഞ്ഞ 4-ാം തീയതി വോട്ടെടുപ്പ് ഫലം വന്നിരുന്നു. ആ ഫലം വന്ന് അവിടെയെല്ലാം ഇന്നിപ്പോൾ പുതുച്ചേരിയിലും പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും അസാമിലുമൊക്കെ പുതിയ മുഖ്യമന്ത്രിമാർ ചുമതലയേറ്റു. അപ്പോഴും കേരളത്തിൽ മാത്രം ഇങ്ങനെ തീരുമാനം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം, അത് ജനങ്ങൾക്കിടയിലൊക്കെ വലിയ വിമർശനത്തിനൊക്കെ വഴിയാകുന്ന ഒരു നിലയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ 10ാമത്തെ ദിവസം എത്തുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തെ അടുത്ത 5 വർഷം ആര് നയിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എന്നുള്ള ആകാംക്ഷ തുടരുകയാണ്. ഏതായാലും ഇന്ന് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു ഉത്തരം പറയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ ഒരു അവസാനവട്ട ചർച്ചകൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എല്ലാ ദിവസവും ഇങ്ങനെ ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇന്നും അത്തരത്തിലൊരു സാധ്യത മാത്രം ഉണ്ട്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കും. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ ഒരു വിപുലമായ ചർച്ച ഹൈക്കമാൻഡ് ഡൽഹിയിൽ നടത്തിയിരുന്നു. ആ ചർച്ചയിൽ മുൻ KPCC അധ്യക്ഷന്മാരെ വിളിപ്പിച്ചിരുന്നു, നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിപ്പിച്ചിരുന്നു. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം ഇന്നലെ വിശദമായി തന്നെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി അത് കേട്ടിരുന്നു. അതുപോലെ തന്നെ മറ്റ് നേതാക്കളും സോണിയാഗാന്ധിയുടെ വസതിയിൽ സോണിയാഗാന്ധിയുമായും ഈ നേതാക്കൾ സംസാരിച്ചിരുന്നു. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം നേതാക്കളും, അതിൽ VM സുധീരൻ, K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ VD സതീശന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം K സുധാകരനും അതുപോലെ തന്നെ മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കമുള്ള ആളുകൾ KCക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതായുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ KCക്ക് അനുകൂലമാണ് കൂടുതൽ നേതാക്കൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇതെല്ലാം കേട്ട് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഹൈക്കമാൻഡ് തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒരു വട്ടം കൂടി ഒരു ചർച്ച നടത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം ഇന്നും തേടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നമുക്കറിയാം, ലീഗൊക്കെ കടുത്ത അതിർത്തിയിലാണ് ഈ പ്രഖ്യാപനം ഇങ്ങനെ നീണ്ടു പോകുന്നതിന്. ഇന്നലെ കടുത്ത അതിർത്തി അവർ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് ആയിരിക്കുന്നു. എല്ലാവരും എവിടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്നു. അങ്ങനെ പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ ആണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ലീഗ് ഇന്നലെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല VD സതീശനൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു നിലപാടാണ് ലീഗിനെ സംബന്ധിച്ച് ഉള്ളത്. ജനവികാരം VD സതീശന് അനുകൂലമാണ് എന്നുള്ളതാണ് ലീഗും ഉയർത്തുന്നൊരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇക്കാര്യം തന്നെ ഇന്നലെ K മുരളീധരനും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും VD പക്ഷവും KC പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും ഒക്കെ ഒരുപോലെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. VD സതീശനെ സംബന്ധിച്ച് ഈ ജനവികാരം, ഘടകകക്ഷികളുടെ പിന്തുണ ഒക്കെ അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയാണ് VD സതീശനെ സംബന്ധിച്ച് ഉള്ളത്. അതേസമയം ഈ KC വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നത് ഈ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ട്, MLA-മാരുടെ കൂടുതൽ പിന്തുണ തനിക്കുണ്ട്. അങ്ങനെ ഒരു അനുകൂലമായ ചായ്വ് തനിക്ക് തൻ്റെ ഭാഗത്തേക്കുണ്ട് എന്നാണ് KC വേണുഗോപാൽ പക്ഷം കരുതുന്നത്. രമേശ് ചെന്നിത്തലയും ആ ഒരു പ്രതീക്ഷ കൈവിടുന്നില്ല. സീനിയർ എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു സമവായം എന്ന നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും സീനിയറായ നേതാവ് എന്ന നിലയിൽ തനിക്ക് അനുകൂലമായ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്കറിയാം. പലതരത്തിലുള്ള ചർച്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കമാൻഡ് നടത്തിയിരുന്നു. ആദ്യം നിരീക്ഷകരെ കേരളത്തിലേക്ക് അയച്ചു. ആ നിരീക്ഷകരെത്തി
MLA-മാരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കേട്ടു. അതിനുശേഷം ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം കേട്ടു. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുപോയി ഹൈക്കമാൻഡിൽ കൊടുത്തു. അപ്പോഴും ഈ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള കാര്യത്തിൽ ഈ നിരീക്ഷകർക്കൊരു വ്യക്തത വന്നിരുന്നില്ല. അവരൊരു പേര് പരാമർശിക്കാതെ 3 പേരുടെയും ഗുണങ്ങളും ദോഷങ്ങളൊക്കെയുള്ള ഒരു റിപ്പോർട്ട് ആണ് കൊടുത്തത്. ആ ഒരു പ്രതിസന്ധി ആ ഘട്ടം മുതൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അടുത്ത ഒരു ഘട്ടം ഈ 3 പേരെയും വിളിച്ച് ഹൈക്കമാൻഡ് ഒരു ചർച്ച നടത്തി. പക്ഷേ അപ്പോഴും ഒരു തീരുമാനമാകാത്ത നിലയിലേക്ക് വന്നതോടുകൂടിയാണ് പിന്നീട് ഇന്നലെ KPCC അധ്യക്ഷന്മാരെ, മുൻ അധ്യക്ഷന്മാരെ ഒക്കെ വിളിച്ചുള്ളൊരു വിപുലമായ ചർച്ച, അവരെ കേൾക്കുന്ന, അവരുടെ അഭിപ്രായം തേടുന്ന ഒരു നിലയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. ഏതായാലും ഇനിയും പ്രഖ്യാപനം വൈകിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു നിലപാട് ചില നേതാക്കളെങ്കിലും അവിടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് അക്കാര്യത്തിലൊരു അന്തിമ പ്രഖ്യാപനം, ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കാരണം കോൺഗ്രസിനെതിരെ വലിയ വിമർശനം, ഇത്രയും വലിയ ജനവിധി ഉണ്ടായിട്ടൊരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇത്രയും കാലതാമസം എടുക്കുന്നതിനെതിരെ വലിയ വിമർശനമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഘടകകക്ഷികളിൽ തന്നെ പലർക്കും അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ലീഗൊക്കെ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അതൃപ്തി പല ഭാഗങ്ങളിൽ നിന്ന് തുടരുന്നൊരു ഘട്ടത്തിൽ ഇന്നെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകും, അല്ലെങ്കിൽ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്താൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും ഇന്നത്തെ ആ ദിവസം അതുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി, വ്യക്തമാണ്. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിൽ ഇന്ന് അവസാനവട്ട ചർച്ചകളൊക്കെ നടത്തുകയാണ്. അതിനുശേഷം ഉച്ചയോടെ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി ആരാണെന്നതിലൊരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായുള്ള ചർച്ചകളും ഒക്കെ പൂർത്തിയായ ശേഷം ഒരു അന്തിമ തീരുമാനമാണ് ഇന്ന് കൈക്കൊള്ളുക എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് യോഗത്തിൽ ചർച്ചയാകും. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നാൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗത്തിൽ ചർച്ചയാകും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇങ്ങനെ നീളുന്നതിനിടെ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരുകയാണ്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ കടുത്ത അതൃപ്തിയൊക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രഖ്യാപനം വന്നാൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ഒക്കെ ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും കടുത്ത അതൃപ്തിയൊക്കെ നേരത്തെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ലീഗ്. കാരണം ജനവികാരം ഒക്കെ VD സതീശനൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളും VD സതീശനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത് എന്നൊരു നിലപാട് നേരത്തെ തന്നെ ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ലീഗും. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിലുമൊക്കെ ഇന്ന് തീരുമാനമുണ്ടാകും. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതും ഒക്കെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകാനാണ് സാധ്യത. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപനം വരികയാണെങ്കിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ഒക്കെ ചർച്ചയാവുകയാണ്. എന്തായാലും മുസ്ലിം ലീഗ് VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് തന്നെ ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ആരെയാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നതിനനുസരിച്ചായിരിക്കും അടുത്ത നടപടികളൊക്കെ സ്വീകരിക്കുക എന്നതൊക്കെയുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഇന്ന് ചേരുന്ന യോഗത്തിലൊക്കെ തീരുമാനിക്കും. എന്തായാലും ഇന്നാണ് ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം പാണക്കാട് ചേരുക.
തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുവാൻ CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി നടക്കും. കണ്ണൂർ അടക്കമുള്ള പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ പരാജയമൊക്കെ ചർച്ചയാകും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇന്ന് ചർച്ചയുണ്ടാകില്ല. വിവരങ്ങളുമായി KJ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇപ്പോൾ വിലയിരുത്തലൊക്കെ ഈ ഒരു പരാജയത്തിന്റെ കാരണം എന്താണെന്നൊക്കെ വിലയിരുത്താൻ CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്. ഇന്ന് നാളെയും ഒക്കെ ആയിട്ടാണ് നടക്കുക. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുക? പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുമോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് CPM ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടൊരു വിലയിരുത്തലാണ് ഇന്ന് സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുക. ഇന്നും നാളെയുമായാണ് AKG സെൻട്രൽ സംസ്ഥാന സമിതി യോഗം ചേരുക. സംസ്ഥാനത്തെ വിവിധ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുമുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡുമെല്ലാം പാർട്ടിയുടെ ശക്തിഗ്രാമങ്ങളിൽ ദയനീയമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. പയ്യന്നൂരെല്ലാം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം 40,000-ലധികം വോട്ടിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തെടുത്താണ് ഇത്തവണ പാർട്ടിക്ക് പരാജയം രുചിച്ചിരിക്കുന്നത്. അതിന് സമാനം തന്നെയാണ് കാസർഗോഡെല്ലാം വർഷങ്ങളായി തന്നെ വിജയിച്ചു കയറുന്ന സീറ്റുകളിൽ പോലും ഇത്തവണ പരാജയമുണ്ടായി. പിന്നീട് അത് തെക്കൻ കേരളത്തേക്കും അത് കൃത്യമായി തന്നെ പരിശോധിക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തന്നെ സമ്പൂർണ്ണ വിജയം കൊയ്ത ഇടങ്ങളിൽ ഇത്തവണ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് കൊല്ലത്തും തിരുവനന്തപുരത്തെല്ലാം പാർട്ടി അപ്രതീക്ഷിതമായി തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. ഏത് തെരഞ്ഞെടുപ്പ് കാലത്തും 60-65 സീറ്റുകൾ വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു എല്ലാ കാലത്തും പാർട്ടിക്കുണ്ടായിരുന്നത്. അതിനേറ്റൊരു തിരിച്ചടി കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പരിശോധന ഇന്നും നാളെ നടക്കുന്ന ഈ സംസ്ഥാന സമിതി യോഗത്തിലുണ്ടാകും. ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്നിരുന്നു. അതിലും കൃത്യമായി തന്നെ എന്തുകൊണ്ട് പരാജയമുണ്ടായി എന്നതിനെക്കുറിച്ച് ചർച്ചയുയർന്നു. ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച മാത്രമല്ല, വിമർശനങ്ങളും ഉയരും. നേതാക്കൾ പറയുന്നത് ശ്രദ്ധയോടെ തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം കേൾക്കുന്നത്. പാർട്ടിക്കെതിരെ ഇപ്പോൾ കമ്മിറ്റികളിൽ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വജനപക്ഷപാതം, അതോടൊപ്പം തന്നെ അഴിമതി, ഈ ചില ഏകാധിപത്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എന്നിവയെല്ലാം പാർട്ടിക്ക് തിരിച്ചടിയായതായി ഈ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ പാർട്ടി എങ്ങനെ തിരിച്ചു വരാം എന്ന രീതിയിലുള്ള ഒരു കണക്കുകൂട്ടലാണ് ഈ യോഗങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വിലയിരുത്തലിനെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോഴും പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ പരാജയത്തിന് കാരണം എന്താണ്, ഈ പരാജയത്തിൽ നിന്നും പാർട്ടിക്ക് എങ്ങനെ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് പാർട്ടി പ്രധാനമായി തന്നെ പരിശോധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച ഉണ്ടാകുമെങ്കിലും ഈ പ്രഖ്യാപനത്തിനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം പാർട്ടിയിലെ നേതാക്കൾ, പ്രത്യേകിച്ച് മുതിർന്ന നേതാവായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകട്ടെ, മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടായ ശേഷം മാത്രമായിരിക്കും ആര് പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ CPM-ന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകുന്ന കാര്യം വളരെ വിരളമാണ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഈ പ്രഖ്യാപനം വൈകാനുള്ള സാധ്യത നിലവിലുണ്ട്. ശരി, വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിന്റെ പരാജയം വിലയിരുത്താനായി CPM-ന്റെ സംസ്ഥാന സമിതി യോഗമാണ് നടക്കുക. ഇന്നും നാളെയുമായിട്ടൊക്കെയാണ് ഈ ഒരു യോഗം നടക്കുന്നത്. കണ്ണൂർ അടക്കമുള്ള പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വലിയൊരു തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു പരാജയമൊക്കെ ഇന്ന് ചേരുന്ന യോഗത്തിലൊക്കെ ചർച്ചയാകാനാണ് സാധ്യത. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഇന്ന് ചർച്ചയുണ്ടാകില്ല. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് LDF കൺവീനർ പറയുകയുണ്ടായി. എന്തായാലും ഇന്ന് തിരഞ്ഞെടുപ്പിന്റെ പരാജയം വിലയിരുത്താനാണ് CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KJ ശ്രീജിത്താണ്.